നമുക്കൊരു 10-15 കോവക്ക മതി മെഴുക്ക് വരട്ടി വെക്കാൻ. അത് കഞ്ഞീൻ്റെ ഒക്കെ ഒപ്പം മെഴുക്ക് വരട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? വാടെ കുഞ്ഞേ തങ്കു, കുഞ്ഞി തങ്കു വാ, ഓടി വാ. അവിടെ നിന്നിട്ട് ഇതിലെയാണ് വഴി. എടാ ഇതിലെ പോ, ഈ വഴി കൂടെ അങ്ങനെ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 2-3 ദിവസത്തിന് ശേഷം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മഴക്കാലമാണ്, പക്ഷേ ഇന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം മഴ മഴ വരണം എന്നായിരുന്നു ഞാൻ ആദ്യം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മഴ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു തണുപ്പും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നാതിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും ഇന്ന് നല്ല അടിപൊളി വെയിൽ വന്നിട്ടുണ്ട്. അപ്പം കുറേ തുണികളൊക്കെ ഉണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടണം. നമ്മുടെ നിത്യവഴുതനയിൽ ഒരുപാട് നിത്യവഴുതന ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വേറെ ചെടി അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ സൂര്യകാന്തി കാണിച്ചുതരാം. അത് കണ്ടോ, എല്ലാത്തിലും ഒട്ടുമിക്ക എല്ലാത്തിലും പൂട്ടിട്ടുണ്ട്. മഴ പെയ്തതും കൊണ്ട് എല്ലാം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടോ. കുഞ്ഞു ചെടിയിൽ വരെ സൂര്യകാന്തി പൂട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സൂര്യകാന്തി പൂട്ടത്. ഇപ്പോൾ കുറച്ച് അധികം പൂട്ടു കേട്ടോ. അതുണ്ടോ, ചെടികളൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. സൂര്യനങ്ങ് ചുതിച്ച് എവിടെയോ എത്തിക്കണേ. ഇതാക്കണേ കണ്ടോ, നല്ല വെയിലുണ്ടെന്ന്. നല്ല ശാന്തസുന്ദരമായിട്ട് നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചീര തോരൻ വെക്കണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നല്ല, നാളെ അല്ലേ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം തോരൻ വെക്കാൻ. നല്ല ഇലകളായിട്ട് വരുന്നുണ്ട്. മഴയും കൂടെ പെയ്തില്ലേ, അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പം നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. വലിയ ഇലകളാട്ടോ. മഴ പെയ്തതും കൊണ്ട് ഇലേൻ്റെ അടിയിലൊക്കെ ചെളി ഇറച്ചിട്ടുണ്ട്. ഇതാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്നല്ല കേട്ടോ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. പിന്നെ ഈ ഒരു ഇല കേട് വന്നിട്ടല്ല ഇതിങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഇപ്പോൾ മഴ പെയ്തതും കൊണ്ട് പൊടിയൊക്കെ കുറവായതുകൊണ്ട് തങ്കും കുറച്ച് വെളുത്തിരിക്കുന്നുണ്ട് കേട്ടോ, സുന്ദരനായിട്ടിരിക്കുന്നത്. തങ്കു മോനെ പുറത്തേക്ക് വിടട്ടെ? ഞാൻ കയറല്ലേ? വാ. നമുക്കൊരു കുമ്പളം ഉണ്ടായിട്ടുണ്ട്. കുമ്പളം നല്ല രീതിയിൽ ഉണ്ടായി വരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രാണി കുത്തിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പ്രാണി കുത്താത്ത ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടായി വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നെൽസൺ ഇവിടെ ഭയങ്കര കളക്കലിലൊക്കെയാണ്. എന്താ പരിപാടി നോക്കട്ടെ നമുക്ക് പോയിട്ട്. ഇതിനുള്ള ബെഡ് ശരിയാക്കാൻ തോന്നണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ചീര ഉണ്ടായതൊക്കെ. ഇതിൻ്റെയൊക്കെ മോൾ ഭാഗം ഇവരൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞില്ല എന്ന് ഇവർ കഴിക്കുന്നതാണിത് കൂടുതലെന്ന്. ഈ മറ്റേ ചീര അവൻ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ ഇവിടെ. മുരിങ്ങയൊക്കെ നന്നായി വലുതായിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മുരിങ്ങക്കായ പറിക്കാം കേട്ടോ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ സാമ്പാറിലിടാൻ വേണ്ടി എന്തെല്ലാം കഷ്ണം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാർ, മീൻ വറുത്തത്, തോരൻ. അത് നല്ല ടേസ്റ്റ് ആണല്ലോ ചോറിനൊപ്പം കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി 2 മുരിങ്ങക്കായ പറിക്കട്ടെ. വലുതായിട്ടുണ്ട് മുരിങ്ങക്കായ കണ്ടോ, കാണില്ലേ? മുരിങ്ങക്കായ, രണ്ടാമത്തെ മുരിങ്ങക്കായ ചെറുതാ. കുറച്ചും കൂടി തടിയുള്ള മുരിങ്ങക്കായ. ഇത് പറിക്കാം. 3 മുരിങ്ങക്കായ പറിച്ചിട്ടുണ്ട്. ഇതിവിടെ വെക്കാട്ടെ നമുക്ക്. തങ്കു എന്താ മോനെ പണി? മുള്ളു കുത്തും. പറഞ്ഞിട്ടത് ചായ അടിക്കാൻ വന്നിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇന്നലെ രാത്രി ഭയങ്കര ഈലായിരുന്നു. ഇവിടെയൊക്കെ അടിച്ചു വരെ ശരിയാക്കാനുണ്ടോ. ഇവിടുത്തെ ആൾക്കാർ കഴിക്കും.
സൈഡിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഇത് ഈ പാത്രം കൊണ്ട് പിറക്കല പരിപാടി, പിറക്കി ഇങ്ങനെ കളറാക്കുക തിന്നാൻ പറ്റിയ. ഫ്രൈ ചെയ്തും കഴിക്കുക, അല്ലാതെ പച്ചയ്ക്ക് അങ്ങനെയും കഴിക്കട്ടോ. അപ്പം ഞാൻ നമ്മുടെ കപ്പ കൃഷി കാണിച്ചു തരാം. മഴയൊക്കെ പെയ്തപ്പോൾ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം നേരം നട്ട കപ്പയാണ്, ചെറുതാണ്, പൊന്തി വരുന്നുള്ളൂ. കുറച്ച് ഹൈറ്റ് എത്തിയ കപ്പ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ നട്ട കപ്പയൊക്കെ കുറേയൊക്കെ പൊന്തിയിട്ടുണ്ട്. നല്ല കൂടം കൂടിയിട്ട് പ്രാവശ്യം നമ്മൾ കപ്പ നട്ടിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 10 വിത്ത് ഉണ്ടാവും. അതിൽ ആ 10 വിത്ത് നട്ടതിൽ ആകെ ഒരേ ഒരു വിത്താണ് ഉണ്ടായത്. അന്നല്ല 2 വിത്ത്, അതിലൊരെണ്ണമാണിത്. അയ്യോ, ഇത് കാറ്റടിച്ച് ഇങ്ങനെ ചെരിഞ്ഞു പോയി. ഇത് ഏതിൽ കണ്ടോ ചോളം ഉണ്ടാകുന്നുണ്ട്. സ്വീറ്റ് കോണിൻ്റെ ചോളത്തിൻ്റെ ഈ പൂവുണ്ടല്ലോ, പൂവോ മുടി എന്തത് പറയാം, ഒരു സംഭവം പുറത്ത് കാണുന്ന ഇത് മഞ്ഞ കളറായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്ന വെള്ള കളർ ചോളം ഉണ്ടല്ലോ, ഇവരെ ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഈ ഒരു പൂവ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് വൈൻ കളറായിരിക്കും. അതായത് നമ്മുടെ മുന്തിരീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് കളറായിരിക്കും. വേറൊരു തൈ ഉണ്ടായത് ഇതേ അതാണ്. അത് ഇതിലും പൊന്തിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. 2 ഒരേ സമയത്ത് നട്ടാട്ടോ. 10 വിത്തിൽ ബാക്കി 8 വിത്തും മുളച്ചില്ല. ഈ 2 വിത്താണ് മുളച്ചത്. അതിൽ ഒരെണ്ണം മാത്രമാണ് കുറച്ച് പൊന്തിയത്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വാങ്ങിയ വിത്തുകളെല്ലാം വളരെ മോശമായിരുന്നു. അവരെന്തിനാണ് അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്യണമെന്നും കൂടെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ കുറച്ചൊക്കെ ആത്മാർത്ഥത അവർ കാണിക്കണ്ടേ. ഇതുണ്ട്, അവിടെ ഒരു വാലും ആട്ടിയിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ട്. തങ്കു വിട്ടാ തങ്കു ഇതേ ആ കാട്ടിക്കാ പോവാ. തങ്കു തങ്കു ബാബാ ഇങ്ങോട്ട് വാ. തങ്കം തങ്കു ഇങ്ങോട്ട് വാ. ഞാൻ തങ്കുവിനും തപ്പി വന്നതാട്ടോ. തങ്കുവിന് ഇവിടെ കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ കുറച്ച് ഈലുണ്ട്, അതിനൊക്കെ പിടിച്ച് തിന്നണ്ടോന്ന്. പക്ഷെ അത് തിന്നാൻ പാടുണ്ടാവില്ല, അറിയില്ല എന്താന്നുള്ളത്. ഇതുണ്ടല്ലോ, ഇവിടെ മലാവിയിൽ ഒരു 2-4 മഴ കിട്ടിയപ്പോഴത്തേക്കിനും എല്ലാ മരങ്ങളും കുഞ്ഞു കുഞ്ഞു തൈകളെല്ലാം കിളുത്തിട്ടു. ഇലകളൊക്കെ നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോയ സ്ഥലമായിരുന്നു കേട്ടത്. അതാണ് ഞാൻ മുന്നേയൊക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മലാവിയിൽ ഒരു ചെറിയ മഴ കിട്ടിയാൽ മതി, എല്ലാ വിത്തുകളുണ്ടെങ്കിൽ അത് മുളയ്ക്കാനാണെങ്കിലും ഉള്ള മരങ്ങളാണെങ്കിൽ അത് തളിർക്കാനൊക്കെ ചെറിയൊരു മഴ കിട്ടിയാൽ മതി കേട്ടോ. എല്ലാ മരങ്ങളും നന്നായിട്ട് പച്ചപ്പായിട്ടുണ്ട്, കണ്ടില്ലേ. ഞങ്ങൾ വീടിൻ്റെ ചുറ്റുപാടാണത്. അപ്പം എന്തായാലും ഇതുവഴി വന്നതല്ലേ, നമുക്ക് കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കാം കേട്ടോ. കോവയ്ക്കൊക്കെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തോരത്തിനുള്ള കോവക്ക നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോവക്ക തോരൻ തന്നെയാണ്. എനിക്കും ഇഷ്ടമാണ്, അരുണേട്ടനും ഇഷ്ടമാണ് കേട്ടോ കോവക്ക. കോവക്ക തേങ്ങ ഇടുന്നേക്കാട്ടിനും ഇഷ്ടം മെഴുക്ക് വരട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ഫെൻസിങ്ങിൻ്റെ പുറത്തേക്ക് വന്നെങ്കിൽ നമുക്ക് കുറേ കോവക്ക കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കോവക്കേനെ ഫെൻസിങ്ങിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ പുറത്ത് അപ്പുറത്ത് പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, കോവക്ക ഫെൻസിങ്ങിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് പറയണത്. ആര് കോവക്ക പറയണത് കേട്ടോ, വേറെ ആരും പറയണതല്ല. അതുകൊണ്ട് എങ്ങനെ കെട്ടിക്കൊടുത്താലും കോവക്ക ഫെൻസിങ്ങിക്കേ വരുള്ളൂ. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ പടർന്ന് കയറിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോവക്ക പറിച്ചെടുക്കാം. കുഴപ്പമില്ലാത്ത വലുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 10-15 കോവക്ക മതി മെഴുക്ക് വരട്ടി വെക്കാൻ. അത് കഞ്ഞീൻ്റെ ഒക്കെ ഒപ്പം മെഴുക്ക് വരട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. കഞ്ഞി എനിക്കിഷ്ടമില്ലാത്തതാണ്, പക്ഷെ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ 1-2 വട്ടമൊക്കെ കഞ്ഞി കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കോവക്ക കഴിക്കാൻ നല്ലതാണ്. ഫെൻസിങ് ആയതുകൊണ്ടേ കൈ മുറിയണം നോക്കിയിട്ട് വേണം നമ്മളിത് പറിച്ചെടുക്കാൻ. തങ്കു ഉണ്ടോ, അതിനുള്ളിലേക്ക് പോകാൻ അറിയാതെ നിൽക്കുകയാണ്. എടാ തങ്കുവോ, ഇതിലെടാ ഇതിലെ ഇങ്ങോട്ട് വാ തങ്കമണിയെ. ഇങ്ങോട്ടാ അത് പോണേ, ഇങ്ങോട്ട് വാടാ വാടാ കുഞ്ഞേ തങ്കു, കുഞ്ഞു തങ്കു വാ, ഓടി വാ. അവിടെ നിന്നിട്ട് ഇതിലെയാണ് വഴി. എടാ ഇതിലെ പോ, ഈ വഴി കൂടെ അങ്ങനെ. ഓടിക്കോടിക്കോടിക്കോടിക്കോ, പിക്കോ 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 പോയിക്കോടാ. വഴി അറിയാതെ നോക്കി നിൽക്കുന്നു, മണ്ടനാണ് ഈ തങ്കു. അപ്പം നമ്മളെ കോവക്കതേ നന്നായി നിൽക്കുന്നുണ്ട്. ഇനി പോയിട്ട് ഉച്ചത്തേക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ ഞാൻ. പാവക്ക ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിൽ തന്നെ നിന്ന് പഴുത്ത് അടിഭാഗം പൊട്ടിയിരിക്കാണ്ട്, സീഡ് താഴെ വീഴാനായി നിൽക്കുകയാണ് പാവക്കേനെ പഴുത്ത സീഡ് കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല റെഡ് കളറാണ്. പാവക്കത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ പുറത്താണ് നിൽക്കുന്നത്.
ഉള്ളിൽ കയറാം. ഉണ്ടോ ഈ ഫെൻസിങ്ങിലൊക്കെ കോക്കുണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല വലുപ്പമുണ്ട്. കൈ തട്ടോ മുറിയോ പേടിയാ. കോക്ക താഴ്പോയി. അപ്പോൾ കോവയ്ക്കൊക്കെ പറിച്ചുകൊണ്ടുവന്നു. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ സാമ്പാറും കോവക്ക തോരനും മീനും ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് സാമ്പാറിനുള്ള എല്ലാ കഷ്ണവും അരിഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു, ഉപ്പ് ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി എനിക്ക് കുറച്ച് നമ്മുടെ കായപ്പൊടി കൂടെ ഇടാനുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തക്കാളി, വെണ്ടക്ക, ചെറിയ ഉള്ളി ഇതൊക്കെ വേറെ വഴറ്റിയിട്ട് ഇതിലിടുകയാണല്ലോ ചെയ്യുക. ഞാൻ എല്ലാ പച്ചക്കറിയും ഒരുമിച്ചിട്ടിട്ട് ഒന്നിച്ച് എൻ്റെ കുക്കറിൽ വിസിലടിപ്പിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വിസിലടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുളി വെള്ളം ഉണ്ടല്ലോ, വാളംപുളീൻ്റെ വെള്ളം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കും. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് കടുകൊക്കെ വറുത്തെടുക്കും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാമ്പാറാക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വേറെ പാത്രത്തിൽ വഴറ്റണം, അങ്ങനെ കുറേ പണിയാണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവട്ടെ. ഇനി ഞാൻ തോരത്തിനുള്ളൊക്കെ അരിഞ്ഞ് റെഡിയാക്കണം. അപ്പോൾ അതേ സാമ്പാറൊക്കെ റെഡിയായി, തോരൻ റെഡിയായി, മീൻ വറുത്തത് റെഡിയായി, ചോറും റെഡിയായി. ഉച്ചയ്ക്ക് അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതേ നല്ല മട്ടരി ചോറുണ്ട്. നമ്മൾ ഒട്ടുമിക്കതും മട്ടരിയാണ് കേട്ടോ ചോറ് വയ്ക്കാൻ വാങ്ങാറുള്ളത്, വെള്ള കളറിലെ അരി വാങ്ങാറില്ല. ഇവിടെ ഇതാണ് ഞങ്ങൾ ഒട്ടുമിക്കതും എല്ലാ ടൈമിലും എല്ലാ പ്രാവശ്യം പർച്ചേസിങ്ങിന് പോകുമ്പോഴും ഈ ഒരു മട്ടരിയാണ് കേട്ടോ. ഒട്ടുമിക്ക മലയാളീസും എനിക്ക് തോന്നുന്നു മട്ടരി തന്നെയാണ് വാങ്ങാറ് എന്ന്. അപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്ക് വരട്ടി, നല്ല അയില മീൻ, അയിലല്ല അയിലേൻ്റെ അതേപോലത്തെ കണ്ണൻ അയില എന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയും, വേറെ നാട്ടിൽ എന്താ പറയാമെന്നൊക്കെ അറിയില്ല കേട്ടോ. ആ മീൻ വറുത്തതും നല്ല സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരെണ്ണമാണ് കേട്ടത് ഈ സാമ്പാറും ചോറും വറുത്ത മീനും. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അത്രയും എനിക്കിഷ്ടമാണ് കേട്ടോ ഈ വറുത്ത മീൻ സാമ്പാറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കുന്നത്. പിന്നെ ഇപ്പം ഇവിടെ മാങ്ങ സീസൺ ആണല്ലോ, കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയത് അച്ചാറിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടപ്പോൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അതേ ഞാൻ കിച്ചണൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കബോർഡ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുപ്പി, പാട്ട, ഭരണി, പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മളെ കോക്രോച്ചൊക്കെ വരുന്നതിന് അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ അതൊക്കെ അടിച്ച്, ഇവിടെ മരത്തിൻ്റെ സംഭവങ്ങളാണ് കേട്ടത് മൊത്തം ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കിന് കിച്ചൺ അടച്ചിട്ടേക്കായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ 1-2 കോക്രോച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് കോക്രോച്ചിനെ കാണാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, മാസത്തിലോ ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഇതേപോലെ ഫുൾ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് കോക്രോച്ചിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കിച്ചണൊന്നും ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തില്ലേ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഫുള്ള് സാധനങ്ങളെടുത്തിട്ട് അതെല്ലാം സ്പ്രേ ഒക്കെ അടിച്ച് പിന്നെ നമ്മുടെ നല്ല വെള്ളത്തിലും ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിലൊക്കെ തുണിയൊക്കെ പിഴിഞ്ഞ് മുക്കി, എന്താ പറയുക, കബോർഡും ടേബിൾ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഭരണികളൊക്കെ വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് പഴയ കലണ്ടറിൻ്റെ കലണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേജൊക്കെ കീറി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് സെറ്റാക്കാൻ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ന്യൂസ് പേപ്പർ കിട്ടുമല്ലോ അല്ലേ, ഇങ്ങനെ ഓരോ സാധനത്തിൻ്റെ അടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സിറ്റിയിലൊക്കെ ന്യൂസ് പേപ്പർ അവൈലബിൾ ആണ് തോന്നുന്നത്. പക്ഷേ ഞാൻ വന്നിട്ട് ഇന്നേ വരെ ഞാൻ മലാവീൻ്റെ ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഗ്രാമത്തിലാണ് താമസിച്ചത്, അവിടേക്കൊന്നും ന്യൂസ് പേപ്പർ ആരും വരുത്തിക്കാറും ഉണ്ടാവില്ല.
ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. പിന്നെ അമ്മാവൻ്റെയും അമ്മായിൻ്റെയും വീട്ടിൽ പോകുമ്പോൾ ഒരു തവണയായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ കണ്ടിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ മലാവിത്തെ ന്യൂസ് പേപ്പറും. അത്ര വലിയ ക്വാളിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രാമത്തിലായതുകൊണ്ട് ഗ്രാമത്തിലെ ആൾക്കാർ ഇങ്ങനെ ന്യൂസ് പേപ്പർ വാങ്ങുക, അങ്ങനെ വായിക്കുക, അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ടേക്കൊന്നും സപ്ലൈയും ഇല്ല ന്യൂസ് പേപ്പറിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കലണ്ടറിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കയ്യിലുണ്ടായിരുന്ന കുറേ ഭരണിയും ഒക്കെ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മലാവിൽ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അളുക്കുകൾ കിട്ടും. അളുക്കെന്ന് വെച്ചാൽ ഡപ്പി ഭരണികളില്ലേ, നമ്മളെ മല്ലിപ്പൊടിയും മുളകും പൊടി എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡപ്പികളുണ്ടല്ലോ, അതൊക്കെ വാങ്ങാൻ കിട്ടില്ലേ. പക്ഷേ മലാവിയിൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഡപ്പികൾ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തതുകൊണ്ടാണ് അറിയില്ല. പക്ഷെ ഞാൻ ഒട്ടുമിക്ക ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചില്ലിൻ്റെ ഭരണി കണ്ടിട്ടുണ്ട്, 1-2 സെറ്റായിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് ഭരണികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനൊക്കെ തന്നെയാണ് നല്ല റേറ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ മലാവിയിൽ ഈ കടക്കാരൊക്കെ ഇതേപോലത്തെ കുറച്ച് നല്ല ഭരണികൾ, കുപ്പി, ഈ സാധനങ്ങൾ ഇട്ടേക്കുന്ന കണ്ടെയ്നേഴ്സ് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇതിലിപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചതിൽ ഒട്ടുമിക്കത് നെയ്യ് വാങ്ങണേൻ്റെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് വാങ്ങണേൻ്റെ ബോട്ടിൽസിൽ കുറേ സാധനങ്ങൾ ഞാൻ ഇട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ 1-2 തവണ നമ്മൾ മല്ലിപ്പൊടി, മുളകും പൊടി, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അച്ചാർ കൊണ്ടുവരുന്ന അങ്ങനത്തെ ടിന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പിന്നെ കഴുകി എടുത്തിട്ട് അതിൽ ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഓരോരോ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് എടുത്ത് വെക്കാറുള്ളത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ സംഭവങ്ങൾ അടുക്കി ഒതുക്കി വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ മലാവിയിലെ കടക്കാർക്ക് ഇങ്ങനത്തെ കുറച്ച് കുപ്പിയും പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചൂടെ എന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, അറിയില്ല. പിന്നെ ഭരണികളൊക്കെ കുറേ എടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു ഭാഗത്ത് ഭരണിയെടുത്ത് വെക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ജയരാജ് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ നമ്മുടെ കൃഷിയിടത്തു നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചുമന്ന മുളകുകളാണ്, വറ്റൽ മുളക് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുഞ്ഞു ഉരുണ്ടല്ലേ, അത് ഈ ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീട്ടമുള്ള വറ്റൽ മുളക് നേരത്തെ ഞാൻ കാണിച്ചെന്നൊരു സിപ്ലോക്ക് കവറില്ലേ, ആ സിപ്ലോക്ക് കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് എടുത്ത്, അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം മുളകുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നല്ലത് തിരഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുന്നത്. ബാക്കി നല്ലതല്ലാത്ത മുളകൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ. കാരണം കുറേ ഒരു യെല്ലോ കളറ്, അതായത് വലിയ മൂക്കാത്ത മുളക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞു. പിന്നെ ഒരുപാട് മുളക് എടുത്ത് വെച്ചിട്ട് എന്താണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ആവശ്യമുള്ള നല്ല മുളകുകൾ മാത്രം ഞാൻ എടുത്തു വെച്ചു. പിന്നെ മുളക് പൊടിച്ച് മുളക് പൊടി ആക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചാലൊന്നും അത്ര ഫൈൻ പൊടിയായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ ഏകദേശം ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഈവനിങ് ആയെങ്കിലും ഭയങ്കര വെയിൽ കിട്ടും. അപ്പോൾ ഇവിടെ നെൽസൺ ഓരോരോ പന്തലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ തങ്കുവിൻ്റെ കൂട് നനയും, അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ അടുക്കളേൻ്റെ അവിടേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റാൽ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ഓരോരോ പന്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കളയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ വെക്കാനുള്ള കുറേ കമ്പൊക്കെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് നെൽസൺ കുറേ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തങ്കുവിന് എന്തായാലും നമ്മളൊരു ഷെഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മഴച്ചാറ്റിലടിച്ചിട്ട് അവൻ നനയും. കൂടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ചാറ്റലടിക്കുമ്പോൾ കൂടൊക്കെ നനയും. പിന്നെ എപ്പോഴും തങ്കുവിനെ ചെറിയ കൂടിലിടാനും പറ്റില്ല. തങ്കുവിന് ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ വലിയ കൂട്ടിൽ തന്നെ ഇടണം കേട്ടോ. ഇരിക്കണുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കണുണ്ട്, എന്തൊരു പാവാന്നറിയാം. പാവം തന്നെ കേട്ടോ നമ്മുടെ തങ്കുക്കുട്ടന്. ഭയങ്കര സ്നേഹമാണ്, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറേയൊക്കെ നമ്മൾ വിളിച്ചാൽ വരും കേട്ടോ. അനുസരണമുള്ള പട്ടിക്കുട്ടിയാണ്, അതായത് ആരെയും ഉപദ്രവിക്കില്ല, ആരെയും വെറുതെ ഇങ്ങനെ കുറച്ച് ചാടി പോയിട്ട് കടിക്കാൻ പോവുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിക്കുഞ്ഞാണ് കേട്ടോ ഈ നമ്മുടെ തങ്കു. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവർക്കും തങ്കുവിനും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെ. അപ്പോൾ തങ്കുവിനതേ മഴ കൊള്ളാതിരിക്കാനുള്ളൊരു ഷെഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ നീണ്ട കമ്പുകളൊക്കെ ഏച്ചു കൂട്ടി വെച്ചിട്ട് നെൽസൺ അവിടെ പന്തലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരത്ത് നല്ല വെയിലും വൈകുന്നേരത്തെ ഓരോ പണികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ബൈ ബൈ.